ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയിൽ മനംനൊന്ത് കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വീട്ടമ്മ മരിച്ചു. കൊടുമൺ സ്വദേശി ലീലാമ്മയാണ് മരിച്ചത്. ഭർത്താവും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഒരാഴ്ച മുൻപ് പണമിടപാട് സ്ഥാപനം ജീവനക്കാർ ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി പഞ്ചായത്ത് അംഗം പറയുന്നു. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട കൊടുമണ്ണിൽ കൂട്ട ആത്മഹത്യ ശ്രമം നടന്നത്. ആത്മഹത്യയിൽ കുടുംബനാഥ ലീലാമ്മ നീലാംബരൻ മരിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ സാരിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഭർത്താവ് നീലാംബരനെയും ഒപ്പം വീട്ടിലുണ്ടായിരുന്ന മകൻ ദീപിനെയും ഗുരുതരാവസ്ഥയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് മാറ്റിയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കടബാധ്യതയാണ് ഈ ആത്മഹത്യക്ക് ഉള്ള ശ്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വലിയ സ്വകാര്യ ബ്ലേഡ് കമ്പനിയിൽ നിന്നൊക്കെ പൈസ ഇവർ പണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായും മൂത്ത മകനെ വിദേശത്ത് അയക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പണം എടുത്തിരുന്നത്. അത് ചോദിച്ച് നിരന്തരം ഇവരെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പണം വാങ്ങുന്നതിനായി ഇവർ വാങ്ങിയ പണം തിരിച്ചു വാങ്ങിക്കുന്നതിനായി ഈ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാർ അവിടുത്തെ ഇവരെ ഭീഷണിപ്പെടുത്തിയാൻ പറയുന്നു. അതിന് ശേഷമാണ് ഇന്നലെ രാത്രി 3 പേരും ഗുളിക കഴിച്ചതിന് ശേഷം കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിൽ രാത്രി തന്നെ ഈ മകനും നീലാംബരനും വീട്ടിലുണ്ടായിരുന്ന ദീപനും കിടന്നുറങ്ങി. രാവിലെ പുലർച്ചെ നോക്കുമ്പോഴാണ് ഈ ലീലാമ്മ സാരിയിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും 2 പേരെ പിന്നീട് മകനെയും നീലാംബരനെയും അടൂർ ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് പിന്നീട് കോട്ടയം മെഡിക്കലിലേക്ക് മാറ്റിയെന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും മൂത്ത മകൻ ദീപു എറണാകുളത്ത് ഒരു സ്വകാര്യ കമ്പനി ജോലിയുണ്ട്. എന്തായാലും ഈ മൂത്ത മകനെ വിദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടി എടുത്ത പണം ഇടപാടാണ് ഈ സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യക്ക് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശ്രീജ, ശശി, ഏതെങ്കിലും തരത്തിലുള്ള കുറിപ്പോ മറ്റോ ഉണ്ടോ ഇത് തന്നെയാണ് ഇവരുടെ ഇങ്ങനൊരു ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിലേക്ക് നയിച്ചത്? ഇത് ഏത് ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് ഈ ഭീഷണി ഉണ്ടായിരുന്നത്? ഇത്തരം വിവരങ്ങൾ ലഭ്യമാണ്. പോലീസ് എന്താണ് പറയുന്നത്? ശ്രീജ, അത്തരം കാര്യങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമല്ല. പക്ഷേ സ്വകാര്യ പണമിട സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെത്തി ഈ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ മകനെയും ഈ ലീലാമ്മയും ഭീഷണിപ്പെടുത്തിയെന്നുള്ള ആരോപണമാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ആ പണം തിരിച്ചടയ്ക്കാനുള്ള സമയം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഉടൻ തന്നെ പൈസ വേണം എന്നുള്ള കാര്യത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് ഈ ആത്മഹത്യ കാരണമെന്നാണ് പോലീസ് നൽകുന്നത്. പോലീസ് പ്രാഥമികമായ ഒരു മൊഴി മാത്രമാണ് ഈ നീലാംബരനിൽ നിന്നും ശേഖരിച്ചിട്ടുള്ളത്. അപ്പോഴാണ് പറയുന്നത് ഗുളിക കഴിച്ച് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയെന്നും മകനും നീലാംബരനും ഗുളിക കഴിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഭാര്യയും രാത്രി ഗുളിക കഴിച്ചിട്ടാണ് കിടന്നത്. പക്ഷെ അതേസമയം ഈ പുലർച്ചയോടുകൂടി ലീലാമ്മ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. അത് പണം ഇതുപോലെ സ്വകാര്യ ബാങ്കിൽ നിന്ന് എടുത്ത കടബാധ്യതയാണ്. കാരണം അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതാണ് ആത്മഹത്യ കാരണമെന്നാണ് പോലീസിനോട് നൽകിയിട്ടുള്ള മൊഴി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ മകൻ ദീപനെയും ഒപ്പം പിതാവ് നീലാംബരനെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അത്തരം വിശദമായ ഒരു അന്വേഷണം പോലീസ് ഇത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. ഏത് ബാങ്കിലാണ് ഇത്തരമുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ആ വിവരങ്ങൾ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ആരാണ് ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലെത്തി ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ആ തരത്തിലുള്ള അന്വേഷണം പോലീസ് എന്തായാലും നടത്തും. എന്തായാലും ഈ കൂട്ട ആത്മഹത്യയിൽ ഈ വീട്ടിലെ ഗൃഹനാഥ ലീലാമ്മ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നീലാംബരന്റെയും മകന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണോ? നിലവിലത്തെ സ്ഥിതി തൃപ്തികരമാണെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ നേരെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടൂർ ആശുപത്രിയിൽ വെച്ചു. അവിടെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ ഇവരുടെ നില വലിയ കുഴപ്പമില്ലെന്നുള്ള വിവരം കൂടി നമുക്കിപ്പം അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അത് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അത് കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുള്ളൂ. എന്തായാലും ഈ കൂട്ട ആത്മഹത്യയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. കാരണം അത്തരത്തിലാണ് മൊഴി നൽകിയിട്ടുള്ളത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് കുടുംബം ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അത് ഈ മകനെ വിദേശത്ത് വിടുന്നതിന് വേണ്ടി എടുത്തുള്ള പണമാണ്. അത് ഈ സ്വകാര്യ ബാങ്കിൽ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കടബാധ്യത ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ വിശദമായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള ആരെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാൻ കഴിയും. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പണം ചോദിച്ച് സ്വകാര്യ ബാങ്കിന്റെ 2 ജീവനക്കാർ വീട്ടിലെത്തിയിരുന്നു. ഇവരെ ഭീഷണിപ്പെടുത്തിയതായും പഞ്ചായത്ത് അംഗം
പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. ശ്രീജ, ഇവരുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് നീലാംബരൻ എന്തായിരുന്നു ജോലി? ഈ ഇങ്ങനൊരു സാമ്പത്തിക ബാധ്യത, ഈ ഒരു ബാങ്കിലെ കടം എന്നതിനപ്പുറം, അല്ലെങ്കിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കടം എന്നതിനപ്പുറത്തേക്ക് വലിയ ബാധ്യത ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ശ്രീജ, അത്തരം കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് വരുന്നില്ല. ഇപ്പോഴാണ് ഇത്തരം ഒരു ആത്മഹത്യയുടെ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് മൃതദേഹം ചില കൂടുതൽ കാര്യങ്ങളിൽ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും സാമ്പത്തിക ബാധ്യതയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ ആശുപത്രിയിൽ ഇവരെ എത്തിക്കുകയും മരണം സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും നീലാംബരനെയും മകനെയും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയുള്ള സാമ്പത്തിക ബാധ്യത തന്നെയാണ്. പല സ്ഥലത്തുനിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും സ്വകാര്യ ബാങ്കിന്റെ ഭീഷണി, കഴിഞ്ഞ ദിവസം ഉണ്ടായ ജീവനക്കാരുടെ ഭീഷണിയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് നിലവിലത്തെ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അത്തരം ആണ് ഈ നീലാംബരനും പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴി എടുത്തതിന് ശേഷമാണ് നീലാംബരനെ അടൂരിലെ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വിശദമായ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ കാര്യം നമുക്ക് വ്യക്തമാകുള്ളൂ. ശ്രീജ, ഇപ്പോൾ ഈ പഞ്ചായത്ത് അംഗത്തിന്റെ ഒരു മൊഴിയാണോ ഇങ്ങനെ ഒരു കാരണമുണ്ട് ഇതിന് പിന്നിൽ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിക്കുന്നത് ഈ പഞ്ചായത്ത് അംഗത്തിന്റെ മൊഴിയാണോ? പഞ്ചായത്ത് അംഗത്തിന്റെ മൊഴി മാത്രമല്ല, നീലാംബരന്റെയും മൊഴി എടുത്തിട്ടുണ്ട്. പോലീസ് എടുത്തെന്നാണ് കുടുംബ പോലീസ് വ്യക്തമാക്കേണ്ടത്. മൊഴി എടുത്തിരുന്നു. മൊഴി എടുത്തതിന് ശേഷമാണ് കോട്ടയത്തെ കൊണ്ടുപോയിട്ടുള്ളത്. സാമ്പത്തിക ബാധ്യതകൾ ഒന്നിച്ച് ആത്മഹത്യ തീരുമാനിച്ചു എന്നുള്ളതാണ് മൊഴിയാണ് നീലാംബരൻ നൽകിയിട്ടുള്ളത്. രാത്രിയിൽ ഗുളിക കഴിച്ചിട്ട് 3 പേരും കിടക്കാൻ കഴിഞ്ഞു. നേരം വെളുത്തപ്പോഴാണ് ലീലാമ്മ തൂങ്ങി മരിച്ചതിലേക്ക് കണ്ടെത്തിയെന്നുള്ള മൊഴിയാണ് ഈ നീലാംബരൻ നൽകിയിരിക്കുന്നത്. അത് സാമ്പത്തിക ബാധ്യത, കടബാധ്യതയാണ് അതിന് കാരണം എന്നുള്ള കാര്യം തന്നെയാണ് നീലാംബരനാണ് പോലീസ് ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പത്തനംതിട്ടയിലാണ് സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയിൽ മനംനൊന്ത് കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കൊടുമണ്ണിലാണ് സംഭവം. കൊടുമൺ സ്വദേശിയായ ലീലാമ്മയാണ് മരിച്ചത്. ഭർത്താവും മകനും ലീലാമ്മയും ഉറക്ക ഗുളിക കഴിച്ച് മരിക്കാൻ ശ്രമിച്ചു. തുടർന്ന് രാവിലെ അച്ഛനും മകനും ഒന്നും സംഭവിച്ചില്ല. അവർ എണീറ്റ് നോക്കുമ്പോൾ ലീലാമ്മ തൂങ്ങി മരിച്ചതായി കാണുകയായിരുന്നു. ഇപ്പോൾ ഈ അച്ഛനും മകനും, നീലാംബരനും മകൻ ദീപനും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുമൺ സ്വദേശിയായ ലീലാമ്മയാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്വകാര്യ ബാങ്കിന്റെ ഭീഷണി ഇവർക്കുണ്ടായിരുന്നു. ഈ സ്വകാര്യ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങളാണ്? ശരി, ഇപ്പോൾ ഈ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീധരൻ, പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ പുറത്തേക്ക് ഇപ്പോൾ വരുന്നുള്ളൂ. താങ്കൾക്ക് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അറിവുള്ളത്? ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഭീഷണിയിലാണോ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയത്? അതെ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇവരൊരു പറഞ്ഞോളൂ കേൾക്കാം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതാണ് മരണത്തിന്റെ കാരണമായത്. ഈ